സുഹൃത്തുക്കളെ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റോടനുബന്ധിച്ചിട്ട് ഒരുപാട് കലാപരിപാടികൾ നടന്നിരുന്നു. അവിടെ കളരിപ്പയറ്റ് നടന്നു. അതിനുശേഷം ജിംനാസ്റ്റിക്, ചെറിയ കുട്ടികളുടെയും മുതിർന്നവരുടെയും, വളരെ മുതിർന്നവരല്ല, പ്രായക്കാരായ കുട്ടികളുടെയും ജിംനാസ്റ്റിക് കണ്ട് അവിടുത്തെ കാണികൾ ഞങ്ങളെല്ലാവരും ആസ്വദിച്ചു. ഇത് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനും കൂടി ചേർന്ന് ഒരുക്കിയതാണിത്. കൂടാതെ ഇവിടെ നയനമനോഹരമായ രീതിയിലാണ് എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളുടെ ജിംനാസ്റ്റിക് പ്രകടനം കണ്ട് ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെടുകയായിരുന്നു. പല തരത്തിലുള്ള ശാരീരിക മികവുകൾ ഇവിടെ പുലർത്തുകയുണ്ടായി. എൻ്റെ ഗുരുക്കളുടെ മകളുണ്ടായിരുന്നു, ഷലാക്ക. അവളെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ, മോളുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴറിയുന്നത് ഇതൊരു സംഭവമായിരുന്നു, ഒരു വലിയൊരു പരിപാടിയായിരുന്നു. ഈ ഭാഗത്തേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പല ഭാഗത്തും പോലീസ് 2-3 ബാരിക്കേഡുകളൊക്കെ വെച്ച് ജനങ്ങളെ തടഞ്ഞു നിർത്തുക ചെയ്യുന്നത്. അതായത് വാഹനങ്ങളൊന്നും കടത്തിവിടാതെ നടന്നു പോയി കാണാനാണ് പറയുന്നത്. ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ജങ്കാർ കയറണം. ഫെറി സർവീസ് ഉണ്ട്. ആ ഫെറി സർവീസിലാണ് ഇപ്പുറത്തെത്തുക. എന്നാലും ഇവിടെ നല്ലൊരു ജനസമുദ്രം ഉണ്ടായിരുന്നു. ഇത് ഒരു കണ്ണിനും മനസ്സിനും എല്ലാം നല്ലൊരു വിരുന്നായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. ഈ കലാപ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പരിസരം തന്നെ മറന്നു പോകും. അങ്ങനെ നമ്മളിത് കണ്ട് രസിച്ചുകൊണ്ടേയിരിക്കും. ഞാനത് ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു ജിംനാസ്റ്റിക് കാണുന്നത്. എന്നെ ഗുരുക്കൾ ഇവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു. കൂടാതെ ഈ പരിസരത്ത്, അതായത് ബേപ്പൂരിൻ്റെ ഈ പരിസരത്ത് രാത്രിയിൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായ രീതിയിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. കൂടാതെ ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് കടലിലൂടെ, അതായത് 2 പുലിമുട്ടിന് നടുവിലൂടെ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസമാണ്. കൂടാതെ ആ ബോട്ടിന് കംപ്ലീറ്റ് ഒരു മൊത്തത്തിൽ ദീപാലംകൃതമാണ്. ആ ബോട്ട് ആ വെള്ളത്തിലൂടെ ചലിക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി വളരെ നല്ലതാണ്. വളരെ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. കൂടാതെ ഇവരുടെ ഈ പ്രകടനങ്ങൾ കണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് വീഡിയോസ് എടുത്തു. പക്ഷേ ഇവർ നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ മ്യൂസിക് ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക്കിനെ അധികം ആശ്രയിച്ചില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യുന്ന മ്യൂസിക്കുകൾക്കൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കുന്ന മ്യൂസിക്കുകൾ വെച്ച് കേൾക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ ഇത് മനോഹരമായിരിക്കും. എല്ലാം കണ്ടു, ആസ്വദിച്ചു. എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഷെയർ ചെയ്യാം, ലൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ശരിക്കും മനസ്സ് നന്നായിട്ടൊന്ന് റീചാർജ് ചെയ്തു ഇവിടെ വന്നപ്പം. കൂടാതെ ഇവിടെ ഒരുപാട് ഫുഡ് ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാം. പലതരത്തിലുള്ള ഫുഡ് ഔട്ട്ലെറ്റുകളും ഇവിടെയുണ്ട്. ഒന്നിനും അധികം ചാർജ് ഇല്ല. സാധാരണ റേറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഈടാക്കുന്നത്. ഇവിടെ നല്ലൊരു ക്ലീൻ ആയിരുന്നു. വളരെ ക്ലീൻ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏരിയ ഭയങ്കര ക്ലീൻ ആയിരുന്നു. അതിനുശേഷം എല്ലാവരും ഒരു ഫോട്ടോഷൂട്ട് എല്ലാവരും ചേർത്തൊരു ഫോട്ടോ എടുത്തു.